ജീവൻ രക്ഷാപ്രവർത്തകനായ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ചാവക്കാട് വരെ രാജേഷിന്റെ മൃതദേഹം എത്തിച്ചത് ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ. പ്രളയക്കെടുതിയിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ലൈഫ് ജാക്കറ്റ് അഴിച്ചു നൽകി വീരമൃത്യു വരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് കാണിച്ച അധികൃതരുടെ അനാദരവിൽ പ്രതിഷേധമുയരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് ചാവക്കാട് വരെ എത്തിച്ചത്. ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ ചാവക്കാട് വെച്ച് അടിയന്തരമായി ഫ്രീസർ സംഘടിപ്പിക്കുകയും മൃതദേഹം ഏങ്ങണ്ടിയൂർ റീലൈഫ് ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തു. റീലൈഫ് ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് തൻവീർ, മുഹമ്മദ് നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പിന്നീട് മൃതദേഹം കൊണ്ടുപോയത്. ആലപ്പുഴയിലെ വെള്ളക്കെട്ടിലൂടെ സർവീസ് നടത്തിയതിനെ തുടർന്ന് ഈ ആംബുലൻസ് രാവിലെ 7 മണിയോടെ പന്തളത്തെത്തിയപ്പോഴേക്കും പ്രവർത്തനം നിലച്ചു. തുടർന്ന് മറ്റൊരു ആംബുലൻസ് എത്തിച്ച് മൃതദേഹം ഇവരുടെ ഫ്രീസറിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് ഈ ആംബുലൻസ് തിരിച്ച് വൈകിട്ട് 5 മണിക്കെത്തി ഫ്രീസർ എത്തിച്ചതിന് ശേഷമാണ് തൻവീറും നിയാസും മടങ്ങിയത്. ഡ്രൈവർ നിയാസാണ് എന്നെ കോൺടാക്ട് ചെയ്യണത്. അത്യാവശ്യമായിട്ട് ഫ്രീസർ റെഡിയാക്കി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രാത്രി ഒരു 1-1:30 കോൾ വരുന്നത്. അപ്പോൾ തന്നെ ഒരു 4 പേരെ കൂട്ടിയിട്ട് ഫ്രീസർ കയറ്റിയിട്ട് കൊണ്ടുവന്നു. ഫ്രീസർ കയറ്റിയിട്ട് ഹയാത്ത് ഹോസ്പിറ്റലിൽ നിന്നാണ് മാറ്റുന്നത്. ഹോസ്പിറ്റലിൽ കോമഡിയിൽ നിന്ന് ബോഡി മാറ്റുന്നത്. അപ്പോൾ തന്നെ ബോഡിയുടെ കണ്ടീഷൻ മോശമായിരുന്നു. അത്യാവശ്യമായിട്ട് അഴുകിയ നിലയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രീസറിലേക്ക് വേഗം മാറ്റി കയറ്റിയിട്ട് ഇവിടുന്ന് പോകാനുണ്ടായത്. ഒരിക്കലും ഇത്ര ദൂരത്തേക്ക് ഇങ്ങനെയൊന്നും ബോഡി കൊണ്ടുപോകാറില്ല ആരും. സ്വാഭാവികമായി മരിച്ചാൽ പോലും ഫ്രീസറില്ലാണ്ട് ഇത്ര ദൂരം പോകാറില്ല. പിന്നെ പന്തളം വരെയാണ് നമ്മൾ അവിടെ എത്തിച്ചത്. പന്തളത്തു നിന്ന് നമ്മൾ സെൻറ് തോമസ് എന്നുള്ള വേറെ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ട് അതിലാണ് കയറ്റി വിട്ടത്. ആലപ്പുഴയിൽ വെള്ളപ്പൊക്കം കാരണം നമ്മൾ വണ്ടി വെള്ളത്തിൽ ഓടിയിട്ട് ക്ലച്ച് കംപ്ലൈൻ്റ് ആയ ഒരവസ്ഥയിലുണ്ടായിരുന്നു. വണ്ടി വഴി നിൽക്കേണ്ട അവസ്ഥ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു വേറെ വണ്ടി.